കൊല്ലം മുതുപിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുന്നിൽ അത്തപ്പൂക്കളമിട്ടതിൽ കേസെടുത്തതിനെതിരെ ബിജെപി. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതി പൂക്കളമിട്ടതിനാണ് കേസെന്നാണ് ബിജെപി ആരോപണം. എഫ്ഐആർ രാജ്യദ്രോഹപരമെന്നും കേരളം ഭരിക്കുന്നത് പാകിസ്ഥാനല്ലെന്നും സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു. അതേസമയം RSS കൊടി പൂക്കളമായി ഇട്ടതിനെതിരെയാണ് പരാതി നൽകിയതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഭഗവാൻ തേര് തെളിക്കുമ്പോൾ ആ തേരിന് മുകളിൽ കെട്ടിയേക്കുന്ന അതിൻ്റെ സൂചകമായിട്ടാണ് ഭഗവത് ധ്വജമാണ് ഇവിടെ നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു കൊടിയുടെയും ഇത് വെച്ചിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ ഓരോ ഭാരതീയനെ സംബന്ധിച്ചും വളരെ അഭിമാനത്തോടു കൂടി ഓപ്പറേഷൻ സിന്ദൂറിനെ കാണുന്നതാണ്. പക്ഷേ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ പോലീസിൻ്റെ അനുമതി മേടിക്കണം എന്നൊക്കെ പറയുന്നത് ഇത് രാഷ്ട്രീയ കലർത്തിക്കൊണ്ടുള്ള പരിപാടികളാണ്. അത് അനുവദിച്ചു കൊടുക്കത്തില്ല. ഇതിനെതിരെ ശക്തമായ സമരപരിപാടികളോട്ട് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ഈ പോലീസിന്റെ അനുമതി കിട്ടിയിട്ടാണ് ഇവർ ഇതെല്ലാം ചെയ്തത്. പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു ഇതെല്ലാം ചെയ്തത്. അപ്പോഴൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷെ പിന്നീട് ഇവിടുത്തെ CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള ഇവിടുത്തെ സെക്രട്ടറി അദ്ദേഹം വന്നിട്ടാണ് ഇത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞത്. അത് വളരെ ദൗർഭാഗ്യമായിട്ടുള്ള കാര്യമാണ്. ഇതൊരിക്കലും നമുക്ക് മാപ്പ് കൊടുക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുപോലെ തന്നെ ആ സൈനികർ എഗൻസ്റ്റ് ആയിട്ട് 2 സൈനികർ ഉൾപ്പെടെ 25 പേര് കലാപത്തിന്റെ അഗൻസ്റ്റാണ് കേസ് എടുത്തേക്കുന്നത്. എന്ത് കലാപമാണ്? ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരെഴുതിയ ഈ നാട്ടിൽ കലാപം വരുമോ? അതെങ്ങനെയാണ് അത് നടക്കുന്നത്? അത് ഏത് ന്യായമാണത്? അവിടെ ഒരു കാരണവശാലും കൊടിതോരണങ്ങൾ വരച്ചു വെക്കാൻ പാടില്ല, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനയുടെ പേരെഴുതി വെക്കാൻ പാടില്ല എന്നുള്ള ഓർഡർ ഉണ്ട്. നമുക്ക് ക്ഷേത്രസഭയ്ക്ക് അറിയിപ്പ് തരാതെ തന്നെ നേരത്തെ അവർ സ്ഥലം കയ്യേറി. ഒരിക്കലും ഓപ്പറേഷൻ സിന്ദൂറിന് ക്ഷേത്രസഭയോ നമ്മുടെ നാട്ടുകാരോ ഒരിക്കലും എതിര് നിൽക്കുന്ന ഒരു പരിപാടിയേ ഇല്ല. കാര്യം അതൊക്കെ നമ്മുടെ അഭിമാനമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ എന്ന് പറയുന്ന അതല്ല. ആ പതാകയുടെയൊക്കെ പടം അവിടെ വരച്ചു വെക്കുന്ന പൂക്കൾ കൊണ്ട് വരച്ചു വെക്കുന്ന ഒരു രീതി വന്നപ്പോഴാണ് പോലീസുകാർ തൊട്ട് തലേന്ന് പറഞ്ഞത് ഇത് ഒരിക്കലും ലംഘിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവിടെ ലംഘനം വന്നപ്പോഴാണ് പോലീസുകാർ പറഞ്ഞത് ഇത് ശരിയായ രീതിയല്ല എന്ന് പറഞ്ഞത്. വേറൊരു തലത്തിൽ അതിനെ വ്യാഖ്യാനിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങളുമായി ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് ദിലീപ് ദേവസ്യ. പൂക്കളം കൂടി കേസിലേക്ക് വന്ന സാഹചര്യമാണ് ഈ ഓണക്കാലത്ത് നമ്മൾ കാണുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ എന്നെഴുതിയതിൽ ആർക്കും അതൃപ്തി ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ. കാരണം അത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൽ നിന്ന് നടന്ന ആക്രമണത്തിന് കൊടുത്ത മറുപടിയുടെ പേരാണ് ഓപ്പറേഷൻ സിന്ദൂർ. അതിനെ സംസ്ഥാന സർക്കാർ ആയാലും പിന്തുണയ്ക്കുന്ന കാര്യമാണല്ലോ. ഇവിടെ കൊടി പൂക്കളത്തിന്റെ ഭാഗമാകുമ്പോൾ അത് RSSന്റെ കൊടിയാണോ അതോ ക്ഷേത്രത്തിന്റെ ആചാരപ്രകാരമായുള്ള കൊടിയാണോ? ആ കൊടിയെ ചൊല്ലിയാണോ യഥാർത്ഥത്തിൽ ഇവിടെ തർക്കം? സുജിയ, കൊല്ലം മുതുപ്പിലക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഇന്നലെ തിരുവോണ നാളിൽ ഒരുക്കിയ പൂക്കളത്തെ ചൊല്ലിയാണ് ഇപ്പോൾ വിവാദം ഉണ്ടായിരിക്കുന്നത്. 2 പൂക്കളമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഒന്ന് ക്ഷേത്രം ഭരണസമിതിയുടെയും മറ്റൊന്ന് ഇവിടുത്തെ യുവാക്കളും ചേർന്ന് ഒരുക്കിയ പൂക്കളമാണ്. 2 പൂക്കളും അടുത്തടുത്താണ്. രണ്ടാമത്തെ പൂക്കളത്തിന് സമീപത്താണ് FIR-ൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: RSSന്റെ കൊടിയോട് സാമ്യമുള്ള കൊടി വെച്ച് പൂക്കളം നിർമ്മിച്ചു എന്നുള്ളതാണ്. ഒപ്പം മറ്റ് ഈ BJP ഇപ്പോൾ ആരോപിക്കുന്നത് ഇത്തരത്തിലുള്ള കൊടി അത് ഭക്തിയുടെ ചിഹ്നമാണെന്നും മറ്റൊന്ന് ഇവിടെ കാണിച്ചിരിക്കുന്ന ഓപ്പറേഷൻ സിന്ദൂറിന് എന്ന് എഴുതിയത് കൊണ്ടാണ് ഇവിടെ ഈ ഒരു കേസ് എടുത്തിരിക്കുന്നത് എന്നാണ് BJP ആരോപിക്കുന്നത്. ഈ കേസ് പിൻവലിച്ചിട്ടില്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അടക്കം പറഞ്ഞു. പക്ഷേ ഈ കേസിലേക്ക് ദേശീയ തലത്തിലേക്ക് ശ്രദ്ധ എത്തുകയും ചെയ്ത് വിവാദങ്ങളാവുകയും സമൂഹ മാധ്യമങ്ങളിൽ ഇത് വൈറലാകുകയും ചെയ്തതോടുകൂടി തന്നെ ഇപ്പോൾ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അടക്കം ഇതിലേക്ക് ഇടപെടുകയും ചെയ്തു. ഈ കേസ് പിൻവലിച്ചില്ലെങ്കിൽ പോലീസിനെതിരെ കോടതിയെ സമീപിക്കുമെന്നാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പ്രചോദിക്കുന്നത്. ഇത് കേരളത്തിൽ തന്നെയല്ലേ പൂവിട്ടത്, പാകിസ്ഥാനിലാണോ എന്നുള്ള വിമർശനവും അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. പക്ഷേ ഇതിനെക്കുറിച്ച് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞത് എന്നാൽ ഇത് ഇവിടെ ഒരു RSSന്റെ കൊടി വെച്ചത് കൊണ്ടാണ്, അത് ക്ഷേത്ര ഭരണത്തിനെയൊക്കെ വ്യത്യസ്തമാണ്, അതുകൊണ്ടാണ് പരാതി എടുത്തതും അതുകൊണ്ടാണ് പോലീസ് കേസെടുത്തതും. ഇത് രാഷ്ട്രീയ പ്രേരിതമാക്കാനുള്ള നടപടിയാണ് ഇപ്പോൾ BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും ആണ് ഈ ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞത്. ഇതിന് നേരത്തെ തന്നെ പോലീസിൻ്റെ ഒരു വിമർശനം ഉണ്ടായിരുന്നു. ആദ്യം കഴിഞ്ഞ തവണയും ഇത്തരത്തിൽ RSS എന്ന് എഴുതിക്കൊണ്ട് തന്നെ ഇവർ പൂക്കളം ഒരുക്കിയിരുന്നു എന്നുള്ളതും അടക്കം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ക്ഷേത്ര ഭാരവാഹികൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ തിരുവോണ നാളിൽ ഒരുക്കിയിരിക്കുന്ന പൂക്കളം അത് വലിയ തോതിൽ വിവാദമായിരിക്കുകയാണ്. ഒരു അമ്പലത്തിന് മുൻപിൽ 2 പൂക്കളം ഒരുക്കുകയും ആ രണ്ടാമത്തെ പൂക്കളത്തിൽ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി ചിഹ്നത്തിൻ്റെ രൂപത്തിൽ പൂക്കളം നിർമ്മിക്കുകയും ഒപ്പം ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതുകയും ചെയ്തിരുന്നു. BJP പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയത് കൊണ്ടാണ് ഇത്തരത്തിൽ കേസ് നൽകിയതെന്ന് പറയുന്നു. പക്ഷേ ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നു പാർട്ടി ചിഹ്നത്തിന് കൊടി കാണിച്ചതുകൊണ്ടാണ് നിയമ നടപടികൾ ഉണ്ടായതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സുജിയ, അങ്ങനെ കൊടി കോടതി കയറാൻ പോവുകയാണോ എന്നതാണ് അറിയേണ്ടത്. എന്തായാലും പൂക്കളത്തിന്മേലുള്ള കേസിന്റെ വിവരങ്ങളാണ് ദിലീപ് ദേവസ്യ പങ്കുവച്ചത്.